അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ അലക്സ ഈ ഡിവൈസിനെ കുറിച്ചുള്ളതാണ് കേട്ടോ. അപ്പൊ ഇത് എങ്ങനെയാണ് നമ്മുടെ ഈ വീടിനെ സ്മാർട്ടാക്കി മാറ്റിയത്, എങ്ങനെയാണ് ഈ വീടിനെ കൺട്രോൾ ചെയ്യണം, അങ്ങനത്തെ കുറച്ച് വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. അപ്പൊ ഇക്കോൺ മീഡിയയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അലക്സ ടേൺ ഓൺ സിറ്റ് ഔട്ട് ട്യൂബ് ലൈറ്റ്. അലക്സ ടേൺ ഓൺ സിറ്റ് ഔട്ട് RGB ലൈറ്റ്. സിറ്റ് ഔട്ട് RGB ലൈറ്റ് കളർ റെഡ്. സിറ്റ് ഔട്ട് RGB ലൈറ്റ് കളർ വൈറ്റ്. അലക്സ ടേൺ ഓൺ ലിവിംഗ് റൂം TV. TV ഓണായി. ഇത് വേറെ ആരും ഇവിടെ സൈഡിലൊന്നും നിന്ന് കൺട്രോൾ ചെയ്യണില്ല കേട്ടോ. ഇത് ഓട്ടോമാറ്റിക് ആണ്, നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് വിചാരിക്കണം. അപ്പൊ ഇതെല്ലാം നമ്മൾ ഈ വോയിസ് വഴി കൺട്രോൾ ചെയ്യാൻ കൊടുത്തേക്കുന്നത് നമ്മൾ അലക്സ ഡിവൈസിനെയാണ്. ഇപ്പൊ ഇതേപോലെയുള്ള ഇത് ഇത്തിരി വില കൂടിയതാണ്. ഞാൻ മേടിക്കുമ്പോൾ ഇത്ര 6000 രൂപ ഇതിന് വില വന്നിരുന്നു. ഇതിന്റെ തന്നെ ചെറിയ യൂണിറ്റുകളാണ് നമ്മൾ മാസ്റ്റർ ബെഡ്റൂമിലും അതുപോലെ കിച്ചണിലും വെച്ചിട്ടുള്ള ഒരു ചെറിയ യൂണിറ്റ്. അവിടെ നമുക്ക് എന്തെങ്കിലും വോയിസ് ത്രൂ കൺട്രോൾ ചെയ്യാൻ അങ്ങനെ ചെയ്യാനായിട്ട്. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ മൊബൈലിലുള്ള അലക്സ വഴി നമുക്ക് വോയിസ് വഴി അങ്ങനെ ചെയ്യാം. പക്ഷെ മൊബൈലിലെ അലക്സ എനിക്ക് തോന്നുന്നു നമ്മള് അത് ഞെക്കി അങ്ങനെ സംസാരിക്കണം, നമുക്ക് മാനുവലായിട്ട് അങ്ങനെ ഓൺ ചെയ്യുന്നതായിരിക്കും. പക്ഷെ ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് എവിടെ നിന്ന് പറഞ്ഞു നമുക്ക് അങ്ങനെ ചെയ്യാം. ശരിക്കും പറയുന്നത് ഒരെണ്ണത്തിന്റെ ആവശ്യമുള്ളൂ. പക്ഷെ പിള്ളേർ പാട്ട് വയ്ക്കാൻ അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെയാണ് മെയിനായിട്ട് ഈ അലക്സയാണ് യൂസ് ചെയ്യുന്നത്. കാരണം ഇത് നല്ല ബാസിൽ പാട്ടൊക്കെ കേൾക്കാൻ പറ്റും. അപ്പൊ ഇതങ്ങനെ കിച്ചണിൽ ഞാൻ പറഞ്ഞു മാസ്റ്റർ ബെഡ്റൂമിൽ അങ്ങനെ ഒരു ചെറിയ ഡിവൈസുകൾ വെച്ചിട്ടുണ്ട്. അത് 3500 അങ്ങനത്തെ അതിന് വില വന്നത്. അപ്പൊ അതൊന്നും എല്ലാവരും വെക്കണം ഞാൻ പറയുന്നില്ല. അത്യാവശ്യം ഞാനിത് മെയിനായിട്ട് ഈ സംഭവം ഈ വീട്ടിലേക്ക് കൊണ്ടുവരാൻ കാരണം എൻ്റെ അമ്മ വയ്യാണ്ടിരിക്കുകയാണ്. അപ്പൊ അമ്മയ്ക്ക് അവിടെ നിന്ന് എനിക്കാനൊക്കെ ബുദ്ധിമുട്ട്. അപ്പൊ അമ്മയ്ക്ക് എനിക്കാതെ ഓരോ ലൈറ്റ് ഓൺ ആക്കാനും ഓഫ് ആക്കാനും വേണ്ടിയാണ് ഞാൻ ശരിക്കും സിസ്റ്റം ഒരു ബൾബിനും ലൈറ്റിനും ഒരു ഫാനൊക്കെ ആയിട്ടാണ് ഞാൻ കൊണ്ടുവന്നത്. പക്ഷെ അമ്മ ഇതിനോട് സംസാരിക്കുന്ന ഒരു കമ്മ്യൂണിക്കേഷൻ കറക്റ്റ് ആവാത്തതുകൊണ്ട് ഇത് പലപ്പോഴും നടക്കുന്നില്ല. അപ്പൊ അങ്ങനെ പിന്നെ ഞാൻ ചിന്തിച്ചു എന്തുകൊണ്ട് ഇവിടേക്ക് ആക്കിക്കൂടാ. അങ്ങനെ ഞാൻ ഈ വീട്ടിലെ ഓരോ ഐറ്റത്തിലേക്ക് പതുക്കിനെ ആക്കി ഫുൾ വീട്ടിലേക്കുള്ള ഫുൾ സിസ്റ്റം ഞാൻ അങ്ങനെ ആക്കി മാറ്റുകയും ചെയ്തത്. അപ്പൊ ഇപ്പൊ എല്ലാവരും മടിയന്മാരാക്കുന്ന ഒരു സിസ്റ്റം ആണെന്ന് വേണമെങ്കിൽ പറയാം. ആർക്കും പോയി ഓൺ ആക്കാനായിട്ട് എല്ലാവർക്കും ബുദ്ധിമുട്ടാണ്. അപ്പോൾ അലക്സോട് പറയാ ഫാൻ ഓൺ ആക്കണേ, അലക്സോട് പറയാ ഇങ്ങനെ ഓരോ കാര്യങ്ങളും. ഇപ്പൊ TV എന്ന് പറയുന്നത് അലക്സ ത്രൂ കണക്റ്റഡ് ആണ്, സ്മാർട്ട് TV ആണ്. ഉള്ളിൽ തന്നെ അലക്സയോട് കൺട്രോൾ ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ ഉണ്ട്. എങ്കിലും ഞാൻ ഇവിടെ ഇതൊരു യൂണിവേഴ്സൽ റിമോട്ടാണ്, ഹോം മേറ്റ് എന്ന് പറഞ്ഞ കമ്പനിയുടെ. ഇത് ത്രൂ ആണ് ഇവിടുത്തെ പല ഡിവൈസുകളും. ഇപ്പൊ TV ഇതുവഴി വർക്ക് ചെയ്യണേ. AC നമ്മുടെ AC ഇപ്പോൾ സ്മാർട്ട് AC അല്ലാന്നുണ്ടെങ്കിൽ ആ AC-യുടെ റിമോട്ട് അതിലേക്ക് കണക്ട് ചെയ്താൽ അതും ആ AC-നെ കൺട്രോൾ ചെയ്തോളും. ഈ ഫാന് ഇപ്പോൾ ഓൾറെഡി ഞാൻ പറഞ്ഞല്ലോ BLDC ഫാൻ ആയതുകൊണ്ട് തന്നെ ഇതിന് റിമോട്ട് ഉണ്ട്. റിമോട്ടുള്ള ഏത് ഡിവൈസിനെയും നമുക്ക് അതുപോലെ കൺട്രോൾ ചെയ്യാനായിട്ട് നമ്മുടെ ഈ യൂണിവേഴ്സൽ റിമോട്ട് വെച്ച് നമുക്ക് അങ്ങനെ കൺട്രോൾ ചെയ്യാം. അപ്പൊ ഞാനിതിങ്ങനെ നീട്ടി പോണത് ഇത് നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവട്ടെ എന്ന് വെച്ചിട്ടാണ്. കാരണം ഗാഡ്ജറ്റുകൾ ഇഷ്ടപ്പെടുന്ന കുറെ പേരുണ്ടാവുമെന്ന് എനിക്കറിയാം. അപ്പൊ അവർക്ക് തീർച്ചയായിട്ടും ഇത് ഈ വീഡിയോ ഉപകാരപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾ വീഡിയോ കാണുമ്പോൾ നമ്മുടെ ഈ ഇക്കോൺ മീഡിയ എന്നുള്ള ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ വീഡിയോ ഇഷ്ടമാവണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. അതുപോലെ ഫേസ്ബുക്കിലാണെങ്കിൽ ഫോളോ ചെയ്യാനും മറക്കരുത് കേട്ടോ. വീഡിയോ ഉപകാരപ്പെടുകയാണെങ്കിൽ വേറെ ആരെങ്കിലും ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളൂ. അപ്പൊ എന്റേതായ രീതിയിൽ ഞാൻ ഇവിടെ ചെയ്തേക്കുന്ന കുറച്ച് കാര്യങ്ങൾ ഇലക്ട്രീഷ്യന്റെ സഹായത്തോടു കൂടിയാണ് ഞാൻ ഇവിടെ എല്ലാം ചെയ്തേക്കുന്നത്. ഞാൻ ഒറ്റയ്ക്കൊന്നും ചെയ്തിട്ടില്ല. ഞാൻ ഈ പ്രോഗ്രാം കാര്യങ്ങൾ മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. ബാക്കി ഇതിന്റെ ഉള്ളിൽ ഈ ഡിവൈസ് പിടിപ്പിക്കലും ഒക്കെ എനിക്ക് ഈ AC കറണ്ടിനോട് കളിക്കാൻ ഇത്തിരി പേടിയുള്ള ആളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഉള്ളിലൊക്കെ ഞാൻ വേറെ ചേട്ടനെ വിളിപ്പിച്ച് അങ്ങനെ എൻ്റെ അമ്മയുടെ മോനുണ്ട്. അപ്പൊ പുള്ളിക്കാരനെ വിളിച്ച് ബ്രാഞ്ച് ചേട്ടനെ കൊണ്ടാണ് എല്ലാം ചെയ്തേക്കുന്നത്. അപ്പൊ ഇവിടെ ഈ നമുക്കിപ്പോ ചെയ്യാത്ത ഒരു കാര്യം എന്ന് പറയുന്നത് കർട്ടനുകൾ. ഇപ്പൊ കർട്ടനുകൾ ഓട്ടോമാറ്റിക്കായിട്ട് ഓപ്പൺ ആക്കാനും ക്ലോസ് ആക്കാനുള്ള സിസ്റ്റം ഉണ്ട്. പക്ഷെ അതിനൊക്കെ നോക്കുമ്പോൾ ഭയങ്കര ചിലവ് കൂടുതലാണ്. ഇങ്ങനെ 10,000 രൂപ ആണെങ്കിൽ അങ്ങനത്തെ ഡിവൈസിനൊക്കെ ഈ ഹോം മെയ്ഡിന്റെ ഡിവൈസ് ഉണ്ട്. അപ്പൊ അതിനൊക്കെ ഭയങ്കര വില കൂടുതൽ കാണിച്ചുകൊണ്ട് ഞാൻ അത് ചെയ്തിട്ടില്ല. അതും മാനുവലായിട്ട് നമുക്ക് വേണമെങ്കിൽ ഉണ്ടാക്കിയൊക്കെ എടുക്കാനുള്ള ഓപ്ഷൻസ് ഞാൻ കുറെ കണ്ടിരുന്നു യൂട്യൂബിലൊക്കെ. പക്ഷെ ഞാൻ ചെയ്തില്ല. അത് മാത്രമേ ചെയ്യാനുള്ളൂ. ബാക്കി എല്ലാവരും അലക്സ ത്രൂ വർക്ക് ചെയ്യുന്നുണ്ട്. ഇവിടെ നേരത്തെ പറഞ്ഞല്ലോ, ഞാൻ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്താം. ഇതാണ് സ്മാർട്ട് ബൾബുകൾ. ഈ ബൾബാണ് നമ്മൾ വീടിന്റെ പുറത്തൊക്കെ ഇട്ടേക്കുന്നത്. നമുക്ക് ഇതിന് സ്വിച്ചിന്റെ ആവശ്യമില്ല. ഫുൾ ടൈമിൽ പവർ വന്നുകൊണ്ടിരുന്നാലും നമുക്ക് എന്താ പറയാ ഫോണിൽ കൂടെ അല്ലെങ്കിൽ അലക്സ ത്രൂ ഇതിനെ ഓൺ ഓഫ് ചെയ്യാം. ഇതിന്റെ കളറുകൾ നമുക്ക് ഇഷ്ടമുള്ള കളർ ഏതാണോ ആ കളർ ആക്കാം. പച്ചയോ മഞ്ഞയോ നീലയോ ഏത് വേണമെങ്കിലും ആക്കാം. പക്ഷെ കളറുകൾ വരുമ്പോൾ ഇതിന് വെട്ടം കുറവായിരിക്കും. വാം കളറും വൈറ്റ് കളറാണെങ്കിൽ നോർമൽ ലൈറ്റിന്റെ ഇത് 12 വാട്ടാന്ന് തോന്നുന്നു. എത്ര വാട്ടാണ്? 12.5 വാട്ടിന്റെ ബൾബാണ് വിപ്രോന്റെ. അപ്പൊ ആ വൈറ്റിനും വാമിനും മാത്രമാണ് നമുക്ക് ആ ഫുൾ ബ്രൈറ്റ് കിട്ടുന്നത്. ബാക്കിയെല്ലാം നമ്മുടെ 0 ബൾബ് കത്തുന്ന പോലെ മങ്ങിയേ കത്തുള്ളൂ. അപ്പൊ ഇത് അത് പിന്നെ
ഇത് സെൻസറുകളാണോ, ഇത് ടാപ്പോൻ്റെ ഒരു ഹബ്ബാണ്. ഇത് നമ്മളിവിടെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഇതിൽ കുറേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഇതിൽ എക്സാമ്പിൾ കാണിച്ചു തരാം. ഇത് ഒരു സെൻസറാണ്. ഇവിടെ നോക്കിയാൽ കാണാം. നമ്മുടെ ചെറിയ വീടാണെങ്കിൽ നമ്മൾ സെൻസറൊക്കെ സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. ഇത് ടാപ്പോൻ്റെ സെൻസറാണ്. ഈ സംഭവം എന്ന് പറയുന്നത് ഈ വാല് ഇങ്ങനെ ഒന്ന് തുറന്നാൽ നമ്മൾ ലൈറ്റ് ബ്ലിങ്ക് ചെയ്യുന്നത് കാണാൻ പറ്റും. കുഞ്ഞ് ലൈറ്റ് അടയ്ക്കുമ്പോൾ ലൈറ്റ് ബ്ലിങ്ക് ചെയ്യാനാണ്, കുഞ്ഞ് ലൈറ്റ്. ഇത് ഞാൻ വേറെ പല മോഡലുകളും പല സാധനങ്ങളൊക്കെ വെച്ച് നോക്കിയിരുന്നു. ഇപ്പൊ ഈ ഹോം മേറ്റിന്റെ തന്നെ വൈഫൈയിൽ വർക്ക് ചെയ്യണ ഇതേപോലത്തെ സെൻസറുകൾ അതൊക്കെ വെച്ച് നോക്കി. പക്ഷെ 2 ആഴ്ച കഴിയുമ്പോഴേക്കും ബാറ്ററി ഒക്കെ തീർന്നു പോവാം. ഇപ്പൊ ഇത് കൂടെ വെച്ചിട്ടെങ്കിൽ ഒരു 4-5 മാസത്തിന് മേലെ ആയിട്ടുണ്ട്. ഇവര് പറയുന്നത് ഇതിന് ഇതുമല്ല എവിടെ എഴുതിയിട്ടുണ്ട് 3 വർഷം വരെ ബാറ്ററി നിൽക്കുന്ന പറയണത്. ഇതിന്റെ ഉള്ളിൽ മറ്റേ ബട്ടൺ ബാറ്ററിയാണ്. ഇത് വർക്ക് ചെയ്യുന്നത് വേറെ RF ഫ്രീക്വൻസി അങ്ങനെ വെച്ചിട്ടുണ്ട്, വൈഫൈ ത്രൂ അല്ല. ഇതിലേക്കാണ് നമ്മൾ വൈഫൈ കണക്ട് ചെയ്യുന്നത്. ഇത് കറണ്ട് കുത്തി വയ്ക്കുന്ന ഡിവൈസ് ആണ് ഇതിന്റെ ഹബ്ബ്. ഇത് ആ ഹബ്ബായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് RF സിഗ്നലാണെന്ന് തോന്നുന്നു, എനിക്ക് കറക്റ്റ് അറിയില്ല. RF ആണെന്ന് തോന്നുന്നു. എന്തായാലും ബാറ്ററി നല്ല രീതിയിൽ നിൽക്കുന്നുണ്ട്. കാരണം നമ്മൾ എപ്പോഴും തുറക്കിടയ്ക്കും ചെയ്യുന്ന വാതിലാണ്. ഇത് എന്തിനാ വെച്ചേക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പലതരത്തിൽ ഇതിനെ സ്മാർട്ട് ആക്കാം. അതായത് ഈ വാതിൽ തുറക്കുമ്പോൾ ഇവിടുത്തെ ഫാൻ കറങ്ങണോ, ഈ വാതിൽ തുറക്കുമ്പോൾ ഇവിടുത്തെ ലൈറ്റ് കത്തണോ, അല്ലെങ്കിൽ ഈ വാതിൽ തുറക്കുമ്പോൾ പുറത്തെ ലൈറ്റ് കത്തണോ, അല്ലെങ്കിൽ ഈ വാതിൽ തുറക്കണം ആരെങ്കിലും തുറന്നിട്ടുണ്ടെങ്കിൽ അലക്സയെക്കൂടെ നമുക്ക് അതിന്റെ നോട്ടിഫിക്കേഷൻ കിട്ടണോ. നോർമൽ നമ്മുടെ ഫോണിൽ ഇത് വാതിൽ തുറക്കുമ്പോൾ തന്നെ നമ്മുടെ ഫോണിലേക്ക് ഓട്ടോമാറ്റിക് എന്തായാലും മെസ്സേജ് വരും. നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്ന എല്ലാ ഫോണിലേക്കും ഈ വാതിൽ ഓപ്പൺ ആയിട്ടുണ്ട്. അല്ലെങ്കിൽ ഇതിന്റെ ഹിസ്റ്ററി നമുക്ക് എടുക്കാം. എത്രപ്പൊക്കെ ഈ വാതിൽ ഓപ്പൺ ആയി, എപ്പൊക്കെ ഈ വാതിൽ ക്ലോസ് ചെയ്തു, എത്ര നേരം തുറന്നു കിടന്നു, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് അതിന്റെ ഡാറ്റാബേസിൽ അങ്ങനെ എടുക്കാൻ പറ്റും. അങ്ങനെ അപ്പൊ നമ്മൾ എല്ലാ വാതിലും ഇങ്ങനത്തെ സെൻസർ പിടിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ അത് നമുക്കൊരു സേഫ്റ്റിയാണ്. അതുപോലെ നമുക്ക് എന്താ പറയാ, നമ്മുടെ വാല് തുറന്നു കിടക്കണമെങ്കിൽ നമുക്കിപ്പോ ദൂരെ എവിടെയെങ്കിലും ആണെങ്കിൽ പോലും നമ്മുടെ വാല് ആരെങ്കിലും വീട്ടിലെ പിള്ളേരാരെയും തുറന്നിട്ടേക്കണെങ്കിൽ നമുക്ക് അവരോട് വിളിച്ച് അടയ്ക്കാൻ പറയാം. അത് ഇനിയിപ്പോ അതിന്റെ ഈ ലോക്ക് നമ്മൾ സ്മാർട്ട് ആക്കിയിട്ടില്ല. കാരണം അല്ലെങ്കിൽ പഴയ വാതിലാണെങ്കിൽ ഇത് കുത്തിപ്പൊളിച്ച് സ്മാർട്ട് ആക്കാൻ നിൽക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് ഇത് സ്മാർട്ട് ആക്കിയിട്ടില്ല. ഒരു 9,000-10,000 കൊടുത്ത് അതിന്റെ സ്മാർട്ട് ലോക്ക് വരുന്നുണ്ട്. അത് സെറ്റ് ചെയ്താൽ നമുക്ക് അതും കൂടി സ്മാർട്ട് ആക്കാം. അപ്പൊ 1-2 കാര്യങ്ങൾ സ്മാർട്ട് ആക്കാത്തത് കർട്ടനും ലോക്കും മാത്രമാണ്. പിന്നെ ഇത് ഞാൻ സെറ്റ് ചെയ്തിട്ടില്ല കേട്ടോ. ഇത് ഞാൻ ട്രയൽ അടിക്കാൻ വേണ്ടി വെച്ചത്. ഇത് ഹോം അസിസ്റ്റന്റ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് സ്മാർട്ട് ഹോമിനെ പലതരത്തിൽ നമ്മുടെ ഇഷ്ടത്തിന് സെറ്റ് ചെയ്യാനും അങ്ങനെയൊക്കെ ഉള്ള ഒരു ഡിവൈസ് ആണ്. ഇത് നിങ്ങൾ യൂട്യൂബിൽ അടിച്ചു നോക്കിയാൽ മനസ്സിലാവും ഇതിന്റെ ഗുണം എന്താണ്. എനിക്ക് അതിനൊക്കെ കുറിച്ച് കറക്റ്റ് പറഞ്ഞു തരാനായിട്ട് അറിയില്ല. ഞാൻ ഓരോ പരീക്ഷണങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ ഓരോ ഡിവൈസ് മേടിച്ച് വെച്ച് അങ്ങനെ ഉപയോഗിക്കുന്നതുള്ളൂ. ഇതാണ് നമ്മുടെ റെട്രോഫിറ്റ് സ്വിച്ച് എന്ന് പറയുന്നത്. നമ്മുടെ ഈ സ്വിച്ച് ബോർഡിന്റെ ഉള്ളിലൊക്കെ വെച്ചേക്കുന്നത് ഇങ്ങനത്തെ സ്വിച്ചുകളാണ്. ഇത് 1 ഗാങ്ങിന്റെ സ്വിച്ചാണ്. ഇതിന്റെ മോഡൽ ഇതാണ്ടോ. ഇത് 16 ആംബിയർ വരെ 3200 വാട്ട് വരെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു സ്വിച്ചാണ്. വൈഫൈ 2.4 GHz ഇത് വർക്ക് ചെയ്യുന്നത്. ഇതിന്റെ തന്നെ ഇത് ഇമേജ് എന്ന് പറഞ്ഞൊരു കമ്പനിയുടെ ഡിവൈസ് ആണ് ഞാനിവിടെ കൂടുതൽ ഉപയോഗിച്ചേക്കുന്നത്. അത്യാവശ്യം വില കുറവ് വേണ്ട ഒരു ഡിവൈസ് അവരുടെ ആയിരുന്നു. പിന്നെ ഹോം മേറ്റ് അവരുടെയും ഏകദേശം ഒരു ബഡ്ജറ്റ് റേറ്റിലുള്ളതാണ്. പിന്നെ ഈ കമ്പനി പ്രോട്ടീം എന്നാണെന്ന് തോന്നുന്നു. അങ്ങനെ കുറച്ച് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ബ്രാൻഡുകളാണ് ഞാനിവിടെ കൂടുതലായിട്ട് യൂസ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിനുള്ള. ഇത് 1 ഗാങ് എന്ന് പറയുന്നത് ഒരു സ്വിച്ചിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതാണ്. ഇതിന്റെ തന്നെ 2 ഗാങ് ഉണ്ട്, 4 ഗാങ് ഉണ്ട്, 6 ഉണ്ട്, 8 ഉണ്ട്, പ്ലസ് ഫാൻ റെഗുലേറ്റർ ഉള്ളതുണ്ട്. അങ്ങനെ പല മോഡലുകൾ വരുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് ഏതാണോ വേണ്ടത് അത് പർച്ചേസ് ചെയ്താൽ നിങ്ങൾക്ക് അങ്ങനെ യൂസ് ചെയ്യാം. അപ്പോൾ ഇതിനൊക്കെ 1,200 രൂപ 1,400 രൂപയൊക്കെയാണ് ഇതിൻ്റെയൊക്കെ വില വരുന്നത്. പക്ഷെ നമ്മൾ പല നമ്മുടെ കേരളത്തിലും അങ്ങനെയൊക്കെയുള്ള കുറച്ചും കൂടി അങ്ങനത്തെ ഈ കാര്യങ്ങൾ മാത്രം ചെയ്തു കൊടുക്കുന്ന കമ്പനിക്കാരോടൊക്കെ ചോദിക്കുമ്പോൾ അറ്റ്ലീസ്റ്റ് 1 ഗാങ്ങിന്റെ സ്വിച്ചിന് ഇങ്ങനത്തെ ഒരു ചെറിയ സാധനത്തിന് തന്നെ 10-12,000 രൂപ 20,000 രൂപയ്ക്ക് പലവരും പല വില പറയുന്നത്. അപ്പൊ അങ്ങനത്തെ സ്വിച്ചുകൾ എന്ന് പറയുന്നത് നമുക്ക് ക്വാളിറ്റി കൂടുതലുണ്ടാവായിരിക്കാം. പക്ഷെ എനിക്കിപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞില്ല, ഒരു 2 വർഷത്തോളം ഞാൻ യൂസ് ചെയ്യണം. ആ യൂസർ എക്സ്പീരിയൻസ് ആണ് നിങ്ങളോട് പറയുന്നത്. ഇത്ര നാളായിട്ടും അങ്ങനെ ഒരു സ്വിച്ചിനും ഇങ്ങനത്തെ ഒരു ഡിവൈസിന് എനിക്ക് കംപ്ലൈന്റ് വന്നിട്ടുണ്ട്. കാരണം ഇതെന്തോ സ്പാർക്ക് ചെയ്തുകൊണ്ടിരിക്കണം, എന്തോ ലൂസ് കോൺടാക്ട് എന്തോ സംതിങ് ആയിരുന്നു. അപ്പൊ അത് മാത്രമേ എനിക്ക് ഒരു കംപ്ലൈന്റ് വന്നിട്ടുള്ളൂ. വേറെ ഡിവൈസുകൾക്കൊന്നും എനിക്ക് ഇതുവരെയായിട്ടും കംപ്ലൈന്റോ പ്രശ്നങ്ങളൊന്നും വന്നിട്ടില്ല. എല്ലാം നല്ല രീതിയിൽ തന്നെ വർക്ക് ചെയ്യണം. ഞാൻ ഇതിന്റെ ഉള്ളിലൂടെ എനിക്ക് കാണിച്ചു തരാം. അപ്പൊ ഇതിനൊക്കെ ഇതാണ് ഞാൻ പറഞ്ഞ വേറെ വില കുറഞ്ഞ ഇത് ഹോം മേറ്റിന്റെ ആണ്. സെൻസറാണ്. നമ്മൾ ആ നേരത്തെ കാണിച്ചത് പോലത്തെ സെൻസറാണ്. പക്ഷെ ഇതിന്റെ ഉള്ളിൽ ബാറ്ററിയാണ്. നമ്മുടെ നോർമൽ AAA ബാറ്ററിയാണ് വരുന്നത്. ഒരു 2 ആഴ്ച കൂടുമ്പോൾ ഈ ബാറ്ററി മാറ്റണം, അല്ലെങ്കിൽ ഇത് വർക്ക് ചെയ്യില്ല. അതിന്റെ അത്രയും റേഞ്ച് കൂടുതൽ. വൈഫൈ ഒന്നും ഇതിലേക്ക് കറക്റ്റായിട്ട് കിട്ടണമില്ല. കുറച്ച് വൈഫൈ ദൂരത്തിലാണെങ്കിൽ ഇത് വർക്ക് ചെയ്യില്ല. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇത് മാറ്റി അതിലേക്ക് പോയത്. ഇനി ഇത് ഞാൻ
കിച്ചണിൽ പോകുമ്പോൾ കാണിച്ചു തരാം. നമുക്ക് ഈ സ്മാർട്ട് ഹോം എന്നുള്ള ഒരു ഇതിലേക്ക് വരുമ്പോൾ എന്തായാലും നമുക്ക് വേണ്ട മെയിനായിട്ടൊരു കാര്യമാണ് ഇൻ്റർനെറ്റ് എന്ന് പറയുന്നത്. ഇൻ്റർനെറ്റ് വേണം. ഇൻ്റർനെറ്റ് സ്റ്റേബിൾ ആയിട്ടുള്ള ഇൻ്റർനെറ്റ് ഉണ്ടായാൽ മാത്രമാണ് നമുക്ക് പുറത്തൊക്കെ നിന്ന് വീടിനെ കൺട്രോൾ ചെയ്യണമെങ്കിലോ എല്ലാ കാര്യത്തിനും നമുക്ക് ഇൻ്റർനെറ്റ് എന്തായാലും വേണം. ഞാനിവിടെ ഉപയോഗിക്കുന്നത് കേരള വിഷൻ്റെ 400 BBS കണക്ഷനാണ്. സ്പീഡ് അത്ര ഒന്നും വേണ്ടെങ്കിലും സ്റ്റേബിൾ ആയിട്ടുള്ള കണക്ഷൻ എന്തായാലും വേണം. കാരണം ഈ ഡിവൈസുകൾക്കൊന്നും വലിയ ഇൻ്റർനെറ്റിൻ്റെ ആവശ്യമൊന്നുമില്ല, ഡാറ്റയുടെ ആവശ്യമൊന്നുമില്ല. പക്ഷെ ഒരു നെറ്റ് കണക്ടിവിറ്റി എപ്പോഴും ഇതിലേക്ക് ഉണ്ടാവണം, എന്നാലാണ് ഇതൊക്കെ വർക്ക് ചെയ്യുള്ളൂ. അപ്പം നെറ്റിൻ്റെ കണക്ടിവിറ്റി കറക്റ്റ് അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ ഇത് വെച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. കാരണം ഇതെല്ലാം ഒരു മിസ്ഓർഡറായിട്ട് വർക്ക് ചെയ്യും നെറ്റിന് എന്തെങ്കിലും പ്രശ്നം വന്നിട്ടുണ്ടെങ്കിൽ. അപ്പം അതുകൊണ്ട് ഞാൻ പറഞ്ഞു. അപ്പോൾ പലരും നമ്മൾ ഈ വീഡിയോ ഇടുമ്പോൾ പറയും നെറ്റായിട്ട് പോയാൽ കഴിഞ്ഞില്ലേ. നെറ്റ് പോയാൽ നമുക്കൊന്നുമില്ല. നെറ്റ് പോയാൽ നമ്മൾ സ്വിച്ച് ഓൺ ചെയ്യേണ്ടി വരും, ഓഫ് ചെയ്യേണ്ടി വരും, അത്രയേ ഉള്ളൂ. വേറെ പ്രശ്നമൊന്നുമില്ല. എല്ലാ ഡിവൈസും മാനുവലി നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ സെറ്റ് ചെയ്തേക്കുന്നത്. ഇനി അപ്പം ഞാനിവിടെ ഉപയോഗിക്കുന്നത് TP-Linkന്റെ AX5400 AX72 എന്ന് പറഞ്ഞ ഈ മോഡൽ റൗട്ടറാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. നമ്മൾ കേരള വിഷൻ്റെ റൗട്ടർ വെച്ച് മോഡം വെച്ചിട്ടുണ്ട്. അതിൽ നിന്ന് നമ്മൾ ഇതിലേക്ക് കണക്ട് ചെയ്തിട്ട് ഇതിൽ നിന്നാണ് നമ്മുടെ വീട്ടിലുള്ള സ്മാർട്ട് ഡിവൈസുകൾക്ക് എല്ലാം കണക്ട് ചെയ്തേക്കുന്നത്. കാരണം നമുക്ക് കൂടുതൽ ഡിവൈസ് കണക്ട് ചെയ്യുമ്പോൾ നോർമൽ റൗട്ടറുകളും ഇപ്പം എല്ലാ സ്വിച്ച് ബോർഡിലും ഓരോ അലക്സയുടെ ഡിവൈസ് ആണ്. അപ്പം അങ്ങനെ വരുമ്പോൾ ഒരു 10-25-30 ഡിവൈസിൻ്റെ അടുത്ത് അങ്ങനെ തന്നെയുണ്ട്. പിന്നെ നമ്മുടെ ക്യാമറകൾ, CCTV ക്യാമറകളെല്ലാം മീൻസ് നെറ്റിലേക്ക് കണക്ട് ആണ്. അപ്പം അങ്ങനെ വരുമ്പോൾ ഒരു റൗട്ടറിനെ അതിനെ കൺട്രോൾ ചെയ്യാനുള്ള കഴിവ് കുറവായിരിക്കും. ഇപ്പം നമ്മുടെ കേരള വിഷനൊക്കെ തന്നെ റൗട്ടർ എന്ന് പറയുന്നത് 5-6 ഡിവൈസ് കണക്ട് ചെയ്യുമ്പോഴേക്കും അതിന് പിന്നെ കൂടുതൽ ഡാറ്റേനെ സെൻഡ് ചെയ്യാനുള്ള കഴിവൊന്നുമില്ല. അപ്പം അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനത്തെ ഒരു ഇതിൽ നിന്ന് പറഞ്ഞാൽ എനിക്ക് ഒരു 150 ഡിവൈസോളം ഇതിലേക്ക് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. 150-200 ഡിവൈസ് ഇതിലേക്ക് കണക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് നെറ്റ്വർക്കിന് യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാവുന്നില്ല. എല്ലാം നല്ല സ്മൂത്ത് ആയിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഈ ഒന്ന് യൂട്യൂബിൽ നോക്കി ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുള്ളൂ ഇതിൻ്റെയൊക്കെ അലക്സ ആയിട്ട് കണക്ട് ചെയ്യാനുള്ളത്. ഈ ഡിവൈസുകളെ ആയാലും ഇന്റർനെറ്റിലേക്ക് കണക്ട് ചെയ്യാന്ന് പറയുന്നത് എല്ലാം സിമ്പിൾ സ്റ്റെപ്പുകളാണ്. വലിയ സ്റ്റെപ്പുകളൊന്നും ഇല്ല. ഞാനിപ്പോൾ പറയേണ്ട ആവശ്യമൊന്നുമില്ല എന്ന് തോന്നുന്നു. ഒക്കെ നമുക്ക് ഈ കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് അതിന് കാറ്റലോഗ് നോക്കി ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുള്ളൂ. ഇച്ചിരി ഒരു എന്താ പറയുക, ഇങ്ങനത്തെ ഗാഡ്ജറ്റുകളോട് ഒരു താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പം ഇത്രയൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ എനിക്ക് പറയാനുള്ളത്. ടിവിയുടെ കൺട്രോൾ ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് റിമോട്ടിലെ ഓരോ സ്വിച്ചുകളും നമുക്ക് ആ ഹോം മേറ്റിന്റെ ആ ചെറിയ ഡിവൈസിൽ നമുക്ക് പ്രോഗ്രാം ചെയ്യാം. വോളിയം കൂട്ടണോ കുറയ്ക്കണോ എല്ലാം നമുക്ക് ചെയ്യാം. പക്ഷെ ഞാൻ അതൊന്നും എനിക്ക് കൊടുത്തിട്ടില്ല. അതുപോലെ തന്നെ നമ്മുടെ സൗണ്ട് ബാർ ഇതും നമുക്ക് അതിലേക്ക് കൺട്രോൾ കൊടുക്കാം. പക്ഷെ ഞാൻ കൊടുത്തിട്ടില്ല, കാരണം അതിന്റെ ആവശ്യം നമുക്ക് ഇല്ലാത്തതുകൊണ്ട്. ഇവിടെ നമ്മൾ ടിവിയുടെ വോളിയം മാത്രം കൺട്രോൾ ചെയ്യുന്നുണ്ട്. ടിവിയുടെ വോളിയം കൺട്രോൾ ചെയ്യുന്ന ഓട്ടോമാറ്റിക് സൗണ്ട് ബാർ അതിലേക്ക് മറ്റേ HDMI ആർക്കൊരു കണക്ട് ചെയ്തേക്കണ കൺട്രോൾ ആവുന്നുണ്ട്. അപ്പോൾ അത് ഞാൻ ചെയ്തിട്ട് നമുക്ക് വേണമെങ്കിൽ ചെയ്യാം. ആണ് ഞാൻ പറഞ്ഞത്. എല്ലാ കാര്യങ്ങളും നമുക്ക് എന്താണ് ഇവിടുത്തെ വേണ്ടതെന്ന് എനിക്കറിയില്ല, പറയേണ്ട എല്ലാ സാധനങ്ങളും നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും. ഇനി അടുത്ത സ്ഥലത്തേക്ക് പോകും. ഈ അലക്സയുടെ യൂണിറ്റ് ഞാൻ അവിടെ ഉണ്ടോ വെച്ചേക്കണേ. അതായത് പിള്ളേര് ചാടിപ്പോയി കുഞ്ഞു കൊച്ചൊക്കെ പോയി തട്ടി ബോളിന്റെ ഷേപ്പിലുള്ളതുകൊണ്ട് തട്ടിക്കളയാനുള്ള ചാൻസ് കൂടുതലാണ്. അലക്സ, ടേൺ ഓൺ ഡൈനിങ് റൂം സ്റ്റുഡിയോ ലൈറ്റ്. ഓക്കെ. ഇനി നമ്മുടെ ഫാൻ. അലക്സ, ടേൺ ഓൺ ഡൈനിങ് റൂം ഫാൻ. ഓക്കെ. അലക്സ, ടേൺ ഓഫ് ഡൈനിങ് റൂം. ഫുൾ എല്ലാത്തിനും ഒരുമിച്ച് ഓഫ് ചെയ്തു. അലക്സ, ടേൺ ഓൺ കിച്ചൺ സ്റ്റുഡിയോ ലൈറ്റ്. അപ്പൊ നമ്മുടെ കിച്ചണിന്റെ ഉള്ളിലേക്ക് വന്നു. ഇവിടെയും എല്ലാരും എനിക്ക് ഓരോ സാധനങ്ങൾ കാണിച്ചു തരണ്ടാന്ന് തോന്നുന്നു. എല്ലാ സ്വിച്ച് ബോർഡിന്റെ ഉള്ളിൽ നമ്മൾ ആ ഡിവൈസ് ഫിറ്റ് ചെയ്തേക്കണം. നമ്മൾ കിച്ചണിലേക്ക് വരാൻ കാരണം നമുക്ക് ഇവിടെ ഒരു ഡിവൈസിനെ കാണിക്കാനുണ്ട്. ഇവിടെ ഈ സ്വിച്ച് ബോർഡിന്റെ ഉള്ളിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇത് ഞാൻ എൻ്റെ മറ്റേ ചാനലൊക്കെ കാണിച്ചിരുന്നു. ഈ ഡിവൈസ് ഇത് നമ്മുടെ വോൾട്ടേജ് കൺട്രോൾ ചെയ്യാനായിട്ട് നമുക്ക് ഓവർ വോൾട്ടേജ് നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ സെറ്റ് ചെയ്ത് വെക്കാം. എത്ര വോൾട്ടേജ് ആണ് വേണ്ടത്. അതിന് മേലെ വന്ന ഇത് നമ്മുടെ ELCB ഒക്കെ ട്രിപ്പ് ചെയ്യണ പോലെ ഫുൾ പവർ സപ്ലൈ നമ്മുടെ വീട്ടിലുള്ളതിനെ ട്രിപ്പ് ചെയ്യും. അണ്ടർ വോൾട്ടേജ് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ആ വോൾട്ടേജ് വിട്ട് കുറവ് വോൾട്ടേജ് വന്നാൽ നമ്മുടെ ലൈനിൽ അതിനും കുറവ് വോൾട്ടേജ് വന്നാൽ അത് ട്രിപ്പാക്കും. ലൈനിൽ എന്തെങ്കിലും എർത്ത് വന്നാൽ അത് ട്രിപ്പാക്കും. പിന്നെന്താണ്, ആംബിയർ നമുക്ക് ഇതിൽ സെറ്റ് ചെയ്ത് വെക്കാം. ഇത്ര ആംബിയറിൽ കൂടുതൽ യൂസ് ചെയ്താൽ അത് ട്രിപ്പാക്കും. ഇപ്പൊ ഇവിടെ നിങ്ങൾക്ക് എർത്തിങ് കാണിക്കുന്നുണ്ട്. ഇപ്പൊ നമ്മുടെ ഇവിടെ എർത്തിങ് ഉണ്ട്. എന്തോ ഡിവൈസിൽ എർത്ത് ആയി പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. കറണ്ട് മില്ലി ആംബിയർ 10-12 ഒക്കെ. AC വർക്ക് ചെയ്യേണ്ട അതിൽ നിന്ന് അയക്കണേ വിചാരിക്കണം. അപ്പൊ അതുപോലെ നമ്മുടെ നോർമൽ ELCBയിലൊക്കെ നമുക്ക്
30 മില്ലി ആംപിയർ തുടങ്ങിയൊക്കെയാണ് സ്റ്റാർട്ട് ചെയ്യണത്. അത്രയും എർത്തിങ് വന്നാൽ ട്രിപ്പ് ആവുന്ന തരത്തിൽ. പക്ഷെ നമുക്ക് ഇവിടെ ഇതിൽ 15 മില്ലി ആംപിയർ തുടങ്ങി നമുക്ക് സെറ്റ് ചെയ്യാം. അതിലും കൂടുതൽ ട്രിപ്പായ കൂടുതൽ എർത്തായ നമുക്ക് നമ്മുടെ വീട്ടിലെ മൊത്തം പവർ സപ്ലൈ സ്റ്റോപ്പ് ആകുന്ന തരത്തിൽ നമുക്ക് അങ്ങനെ സെറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് അങ്ങനെ കുറെ കാര്യങ്ങൾ അതിൽ മൊബൈൽ ത്രൂ നമുക്ക് യൂസ് ചെയ്യാം. അതാണ് മെയിൻ കാര്യം. ഇപ്പൊ ഇടിമിന്നലുള്ള സമയത്തൊക്കെ നമുക്ക് വേണമെങ്കിൽ ദൂരെ എവിടെയെങ്കിലാണ് നമ്മളുള്ളത്, ഭാര്യയും പറഞ്ഞത് അവിടെ ഭയങ്കര ഇടിവെട്ടാണെന്നൊക്കെ പറയുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇവിടുത്തെ ലൈൻ നമുക്ക് ഓഫ് ചെയ്യാനായിട്ട് പറ്റും. നമുക്ക് അല്ലെങ്കിൽ ഒരു സ്കെഡ്യൂൾ ചെയ്തിട്ട് ഒരു സമയത്ത് രാവിലെ ഇത്ര മണി ഇത്ര മണി വരെ നമ്മുടെ വീട്ടിലെ പവർ ഓഫ്. ഇപ്പൊ ഇവിടെ ഞാൻ സോളാർ ഇൻവെർട്ടറിലേക്ക് സോളാറാണ് കണക്ട് ചെയ്തേക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ പകൽ സമയത്ത് എനിക്ക് ഇൻവെർട്ടറിൽ നിന്ന് ഉള്ള കറണ്ട് മാത്രം വീട്ടിലേക്ക് യൂസ് ചെയ്താൽ മതി. സൂര്യപ്രകാശത്തിൽ നിന്ന് എടുത്തിട്ട് അങ്ങനെ സെറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ഇത് വേണമെങ്കിൽ ഒരു നിശ്ചിത സമയത്തേക്ക് അങ്ങനെ നമുക്ക് ഓഫ് ചെയ്ത് അങ്ങനെ വെക്കാം. അല്ലെങ്കിൽ സൂര്യപ്രകാശം ഉള്ള നേരത്ത് ഇത് ഓഫ് ആവുന്ന നേരത്തിൽ അങ്ങനെ അലക്സയിൽ നമുക്ക് റൊട്ടീൻ സെറ്റ് ചെയ്ത് അങ്ങനെ ആക്കാം. അങ്ങനെ പലതരത്തിൽ നമുക്ക് ഇതിനെ പ്രോഗ്രാം ചെയ്ത് എല്ലാ ഡിവൈസുകളെയും നമുക്ക് ഇതിൽ സെറ്റ് ചെയ്യാൻ പറ്റും. ഇവിടുത്തെ അലക്സ എന്ന് പറയുന്നത് ഇതാണോ, ഇതാണ് ഇവിടുത്തെ കുഞ്ഞി അലക്സ. അലക്സ, ഹൗ ആർ യു? I am in the mood for some brain teasers. If you are too, just say, give me a riddle. ഒന്നും വേണ്ടപ്പോ. അപ്പൊ എന്തിട്ടായാലും ഇങ്ങനത്തെ ഡിവൈസാണ് നമ്മൾ ചെറുതായിട്ട് എന്താ പറയാ സാറ്റലൈറ്റ് ഡിവൈസ് പോലെ നമ്മൾ മറ്റേ അലക്സയിൽ കണക്ട് ചെയ്തേക്കുന്നത് ഇതാണ്. ഇപ്പൊ ഇവിടെ ഇരുന്ന് ഇപ്പൊ മിഡുവിനായാലും എന്തെങ്കിലുമൊക്കെ ഓൺ ആക്കണമെങ്കിലും ഓഫ് ആക്കണമെങ്കിലും ഒക്കെ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും. പിന്നെ വേറെന്താ ഇവിടുത്തെ എല്ലാ ഡിവൈസും കേട്ടോ. ഇപ്പൊ ഈ ഫാൻ ആയാലും ലൈറ്റ് ആയാലും എല്ലാവരും അലക്സ ത്രൂ വർക്കാണ്. അലക്സ ടേൺ ഓൺ കിച്ചൺ ഫാൻ. അപ്പൊ ഈ ഫാൻ കറങ്ങും. ഈ ഫാനും ഇതേപോലെ ഇത് നോർമൽ ഫാൻ BLDC ഫാൻ അല്ല, ഇത് സാധാ ഫാനാണ്. അതിലേക്ക് ഞാൻ അലക്സ ക്യാൻസർ ഇതിലേക്കും ഞാൻ ഇതേപോലത്തെ ഒരു റിമോട്ട് കണക്ട് ചെയ്ത് ഞാൻ ആമസോണിൽ നിന്ന് മേടിച്ചത് 700 രൂപ വില വന്നത്. ഇതൊരു റെഗുലേറ്റർ ആണ്. ഇത് ആ ഫാനിന്റെ മുകളിലുള്ള ഇതിന്റെ ഉള്ളിൽ ഇട്ടിട്ടുണ്ട്. അപ്പൊ നോർമൽ ഫാന് നമുക്ക് റിമോട്ട് ആക്കാൻ വേണ്ടി സെറ്റ് ചെയ്തേക്കുന്നതാണ്. ഇത് ഓൺ ആക്കാനോ ഓഫ് ആക്കാനുള്ള ഡിവൈസ് ഇതിന്റെ ഉള്ളിലുണ്ട്. പക്ഷെ ഇതിന്റെ സ്പീഡിനെ നമുക്ക് കൺട്രോൾ ചെയ്യണമെങ്കിൽ ഇതേപോലത്തെ ഒരു റിമോട്ട് വേണം. അപ്പൊ അതിന് വേണ്ടിയാണ് നമ്മൾ ഈ റിമോട്ട് മേടിച്ചത്. പക്ഷെ സ്പീഡൊന്നും ഇപ്പോൾ കൺട്രോൾ ചെയ്യാറില്ല. ഇത് ഓൺ ഓഫ് ചെയ്യൽ മാത്രമേ ഉള്ളൂ. സ്പീഡ് നമ്മൾ റിമോട്ടിൽ അങ്ങനെ ചില നേരത്ത് കൂട്ടി കുറയ്ക്കും, അങ്ങനെ അത്രേ ഉള്ളൂ. അല്ലാണ്ട് അലക്സ ത്രൂ ഒന്നും കൺട്രോളും ചെയ്യാൻ നിൽക്കാറില്ല. പറന്നു പോകും നമുക്ക്. അപ്പൊ ഇതാണ് ഇത്ര ഈ ഏരിയയിലെ കാര്യങ്ങൾ പറയാനുള്ളത്. ഇതെന്ന് പറഞ്ഞാൽ ഇതാണ് ഞാൻ ഫസ്റ്റ് മേടിച്ചത്. അപ്പൊ എനിക്ക് ഇതിന്റെ സൗണ്ട് വലിയ ഇഷ്ടപ്പെട്ടില്ല. കാരണം ഒരു ബാസ് ഒന്നും ഇല്ല അതിൽ. ബാസ് ഉണ്ട്, ചെറിയ ബാസൊക്കെ ഉള്ളൂ. പാട്ടൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ചെറിയ ബാസേ ഉള്ളൂ, ചെറിയ സൗണ്ട് ഉള്ളൂ. പക്ഷെ മറ്റേ അലക്സ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലൊരു സൗണ്ടാണ്. അതിന്റെ ഒരു നല്ല ബാസോട് കൂടിയ നല്ലൊരു സൗണ്ടുമാണ്. അത് മാത്രമല്ല അതിന്റെ ഉള്ളിൽ ടെമ്പറേച്ചർ സെൻസർ ഉണ്ട്. നമ്മുടെ റൂമിന്റെ ഉള്ളിലത്തെ ടെമ്പറേച്ചർ എത്രയാന്ന് സെൻസ് ചെയ്യാനുള്ള സെൻസർ അതിന്റെ ഉള്ളിലുണ്ട്. പിന്നെ സ്മാർട്ട് ഹോമിന്റെ എന്തോ ഡിവൈസ് ഒക്കെ കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ അതിലുണ്ട്. സിഗ്ബി മോഡൽ ഡിവൈസുകളൊക്കെ കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ അതിലുണ്ട്. ഞാനിവിടെ സിഗ്ബിയുടെ ഡിവൈസുകളൊന്നും യൂസ് ചെയ്യുന്നില്ല, അതുകൊണ്ട് പിന്നെ അത് ഞാൻ യൂസ് ചെയ്യുന്നില്ല എന്നുള്ളൂ. പിന്നെ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ആ അലക്സയിലും ഉണ്ട് കേട്ടോ. അപ്പൊ ഞാൻ അങ്ങനെ ഡീറ്റെയിൽ ആയിട്ടൊന്നും പോകണില്ല, ജസ്റ്റ് ഒരു ഐഡിയ നിങ്ങൾക്ക് തരാന്നുള്ളതേ ഉള്ളൂ. പിന്നെന്താണ് വേറെ ഞാൻ അടുത്ത ഡിവൈസുകൾ കാണിച്ചു തരാം. ഈ സ്വിച്ച് ബോർഡ് ഞാൻ ഒന്ന് തുറന്ന് കാണിച്ചു തരാം. ഇതിന്റെ ഉള്ളിൽ എന്താണ് എങ്ങനെയാണ് ചെയ്തേക്കണത് കേട്ടോ. ഒന്ന് തുറക്കട്ടെ. ഈ സ്വിച്ച് ബോർഡിന്റെ ഉള്ളിലിരിക്കുന്നത് ടെക്കൂസ്ന അങ്ങനെ പറഞ്ഞത്, എന്താ അതിന്റെ വായിക്കാൻ എനിക്ക് പറ്റുന്നില്ല. ആ കമ്പനിയുടെ മൊഡ്യൂളാണ് ഇതിന്റെ ഉള്ളിൽ വെച്ചേക്കുന്നത്. ഇതിനും ആ റേഞ്ചിലും 1100 1300 ആ ഒരു ആമസോണിലൊക്കെ ഓഫർ വരുമ്പോൾ നല്ല വില കുറവിന് കിട്ടാറുണ്ട്. ഞാൻ അങ്ങനെ കിട്ടിയപ്പോൾ മേടിച്ചാണ്. ഇതിന്റെ ഉള്ളിലത്തെ ഇമേജ് എന്ന് പറഞ്ഞ ഡിവൈസാണ് കംപ്ലൈന്റ് വന്നത്. അപ്പോൾ ഞാൻ മാറ്റി പിന്നെ ഇതാക്കിയാണ് കേട്ടോ. വേറൊരു ബ്രാൻഡ് വെച്ച് നോക്കിയാണ് എങ്ങനെയുണ്ടെന്ന് അറിയാനായിട്ട്. ഈ ഇത് വെച്ചിട്ട് എനിക്ക് തോന്നുന്നു ഒരു 6 മാസമൊക്കെ ആയിട്ടുള്ളൂ. മുമ്പത്തെ ഇമേജിന്റെ ഇവിടുത്തെ കംപ്ലൈന്റ് ആയിട്ട് ഇത് മാറ്റി വെച്ചിട്ട് ബാക്കി എല്ലാവരും 1.5-2 വർഷത്തിൻ്റെ അടുത്തായി യൂസ് ചെയ്യണം. ഇത് വെള്ളപ്പൊക്കത്തിന് ഞങ്ങളുടെ ഇവിടെയൊക്കെ മുങ്ങിപ്പോയപ്പോൾ ചെളി കയറിയതാണ്, അതാണ് അങ്ങനെ നിൽക്കണ കളറൊക്കെ കേട്ടോ. അപ്പം ഇങ്ങനെയാണ് ഡിവൈസ് ഇരിക്കുക. ഈ ഡിവൈസിൽ നിന്ന് ഇതേ ഒരു വയർ വരുന്നുണ്ട്. ആ വയറാണ് നമ്മുടെ സ്വിച്ചിൻ്റെ മുകളിലേക്കൊക്കെ കണക്ട് ചെയ്തേക്കുന്നത്. വയറിങ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നില്ല, കാരണം ഇത്തിരി റിസ്ക് ഉള്ള കാര്യമാണ്. നിങ്ങൾ ഇലക്ട്രിക്കലുമായി വലിയ കണക്റ്റഡ് ആയിട്ടുള്ള ആളല്ല എന്നുണ്ടെങ്കിൽ ഒരു ഇലക്ട്രീഷ്യൻ്റെ ഹെൽപ്പോട് കൂടി ചെയ്യുന്നതാണ് സേഫ്റ്റിക്ക് നല്ലത്. അതുകൊണ്ട് എനിക്ക് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല. ഇതിൻ്റെ മുകളിൽ ഒരു സൈഡിൽ നമുക്ക് നമ്മുടെ സ്വിച്ചുകളിലേക്ക് പോകുന്ന വയർ കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, മറ്റേ സൈഡിൽ നിന്ന് നമ്മുടെ സ്വിച്ചുകളിലേക്ക് കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അതായത് ഒരു പാരലൽ സ്വിച്ച് പോലെയാണ് നമ്മുടെ ഈ ഒരു മൊഡ്യൂൾ വർക്ക് ചെയ്യുക.
അതായത് നമ്മുടെ സ്വിച്ചിലേക്ക് ഡയറക്റ്റ് കണക്ഷൻ ഉണ്ട്, പക്ഷെ ഇത് ത്രൂ ആയിരിക്കും ആ കണക്ഷൻ പോവുക. അപ്പോൾ ഒരു സ്വിച്ചിങ്ങിന് വേണ്ടി മാത്രമായിട്ടാണ് ഈ ഡിവൈസ് വർക്ക് ചെയ്യുന്നുള്ളൂ. ഇത് ഫിനറി എന്ന് പറഞ്ഞ കമ്പനിയുടെ 30 ആംപിയർ വരെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഡിവൈസ് ആണോ. ഇതിപ്പോൾ ഞാൻ എക്സ്ട്രാറിനൊന്നും മേടിച്ചതിന് കൂടി ഇരിക്കേണ്ടായത് നിങ്ങൾ കാണിച്ചു തരാം. ബാക്കിയുള്ള ഡിവൈസൊക്കെ നമ്മൾ ഫിറ്റ് ചെയ്തു, അതുകൊണ്ടാണ്. ഇത് ഒരു വൈഫൈ സ്വിച്ച് അത്രയേ ഉള്ളൂ. ഹൈ ആംപിയർ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന AC-ക്കോ വാട്ടർ ഹീറ്ററിനൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു സ്വിച്ചാണിത്. ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് മാനുവലായിട്ട് നമുക്ക് സ്വിച്ചിൽ കൂടെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. ഇത് സ്വിച്ച് എപ്പോഴും ഓൺ ആയിട്ടിരിക്കണം, അല്ലെങ്കിൽ ഡയറക്റ്റ് കൊടുത്തിരിക്കുന്ന ഡിവൈസിലേക്ക് ഇത് കൊടുക്കാൻ പറ്റുള്ളൂ. ഇത് പാരലായിട്ട് നമ്മൾ സ്വിച്ചിന്റെ ഫംഗ്ഷനിൽ വർക്ക് ചെയ്യില്ല. ഇതിൽ ഇൻപുട്ട് ഇവിടെ കൊടുത്താൽ ഔട്ട്പുട്ട് ഇവിടെ നമ്മൾ വൈഫൈ ത്രൂ ഓൺ ഓഫ് ചെയ്യാൻ പറ്റും. അങ്ങനത്തെ ഒരു സ്വിച്ച് ഉണ്ടോ അത്. പിന്നെ ഇവിടുത്തെ ഈ പുല്ല്, അതേപോലെ പുറത്തുള്ള ചെടികൾ, നമ്മുടെ താഴത്തെ പറമ്പിലുള്ള കൃഷി, ഇതൊക്കെ നനയ്ക്കുന്നത് സ്പ്രിംഗ്ലർ വെച്ചിട്ടാണ്. അതും അലക്സ ത്രൂ ആണ് കൺട്രോൾ ആവുന്നത്. നമ്മൾ സെറ്റ് ചെയ്യുന്ന ടൈമിൽ അതൊക്കെ വർക്ക് ചെയ്യും. പിന്നെ ഇവിടുത്തെ ചെടികൾ, ഇപ്പോൾ ചെടികൾ നമ്മൾ റീപ്ലാന്റ് ചെയ്ത് താഴെ ഇറക്കി വെച്ചേക്കണ്ടോ. അപ്പോൾ ഈ ചെടികൾക്കൊക്കെ ഇതേപോലെ ഡ്രിപ്പ് വഴിയാണ് നമ്മൾ വെള്ളം കൊടുക്കുന്നത്. അതും കൺട്രോൾ ചെയ്യുന്നത് അലക്സ തന്നെയാണ്. ഇവിടെ ഒരു സോളിനോയിഡ് വാൽവ് ഇരിക്കുന്നുണ്ട് ഈ ബോക്സിൻ്റെ ഉള്ളിൽ ഇരിക്കുന്നത്. അത് ഒരു റിലേ ആണ്, നമ്മൾ ടാപ്പിലേക്ക് കണക്ട് ചെയ്തേക്കുന്നത്. അത് നമ്മൾ സെറ്റ് ചെയ്യുന്ന സമയത്ത് അത് ഓപ്പൺ ആവും. അതിന് വേണ്ടി അവിടെ ഒരു സ്മാർട്ട് പ്ലഗ് പിടിപ്പിച്ചിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ. അപ്പോൾ അങ്ങനെയാണ് ഇവിടെ നമ്മുടെ ഈ ചെടികളെല്ലാം നനഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വെറുതെ ഒരു ടൈമർ വെച്ച് സെറ്റ് ചെയ്യുന്ന പോലെയല്ല. നമുക്ക് ഇതിൽ കൂടുതലായിട്ട് അഡ്വാൻസ് ടെക്നോളജി നമുക്ക് ഇതിൽ യൂസ് ചെയ്യാം. ഇപ്പോൾ ചെടിയിൽ വെള്ളത്തിൻ്റെ കുറവുള്ളപ്പോൾ നമുക്ക് വെള്ളം വീഴുന്ന തരത്തിലാക്കാം, അല്ലെങ്കിൽ ചൂടുള്ള സമയത്ത് വെള്ളം വീഴുന്ന തരത്തിലാക്കാം. അങ്ങനെയൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാം കേട്ടോ. നമ്മൾ അത്രയും അഡ്വാൻസിലേക്കാണ് പോയിട്ടില്ല എന്നുള്ളൂ. അപ്പോൾ ഇതേപോലെ ഇങ്ങനെ തുള്ളിയായിട്ട് വെള്ളം വീഴുമ്പോൾ നമ്മുടെ ചെടികൾക്ക് ആവശ്യത്തിന് ഇതിപ്പോൾ 2 നേരം, രാവിലെയും വൈകുന്നേരം ഓരോ നേരം നനയ്ക്കുന്ന രീതിയിലാണ് നമ്മൾ സെറ്റ് ചെയ്തേക്കണത്. പിന്നെ ഇതിന് ചില നേരത്ത് ഒരു പ്രോബ്ലം കാണിച്ചിരുന്നു. അതായത് ഇൻവെർട്ടറിലേക്ക്, നമ്മൾ ഇൻവെർട്ടറിന്റെ കണക്ഷൻ എന്ന് പറയുന്നത് ഒരു സിംഗിൾ ഫേസ് ലൈൻ മാത്രം വലിച്ചു കൊടുത്തേക്കുന്നതാണ്. അപ്പോൾ ഇൻവെർട്ടറിലേക്ക് കണക്ഷൻ മാറുന്ന നേരത്ത് ചില സ്വിച്ചുകളൊക്കെ ഓണായി കിടക്കണ്ടെങ്കിൽ ആ സാധനങ്ങളൊക്കെ കറണ്ട് പോകണടുത്ത് ഓട്ടോമാറ്റിക് ഓൺ ആവണം. അങ്ങനത്തെ ഒരു ഇടയ്ക്ക് വന്നിരുന്നു. പിന്നീട് അത് കണ്ടിട്ടില്ല. അത് എന്താണെന്ന് വെച്ചാൽ എനിക്ക് അതിനെക്കുറിച്ച് അറിയില്ല. വല്ല സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് കൂടെ തന്നെക്ക് മാറിപ്പോയതെന്ന് അറിയില്ല. ഒരിടയ്ക്ക് അങ്ങനെ വന്നിരുന്നു. കറണ്ട് പോകണ നേരത്ത് ഇൻവെർട്ടറിൽ നിന്ന് നമ്മുടെ ലൈൻ ഓൺ ആവണ നേരത്ത് ചില ലൈറ്റുകൾ സ്വിച്ച് ഓണായി കിടക്കുന്ന സാധനങ്ങളൊക്കെ ഓൺ ആവുമായിരുന്നു. അതെന്താണെന്ന് എനിക്ക് അറിയില്ല. എനിക്ക് നേരിട്ടുന്ന പ്രശ്നമാണ് പറയണേ. പിന്നെ ഈ അലക്സോട് നമ്മൾ സംസാരിക്കുമ്പോൾ നല്ല രീതിയിൽ ഇംഗ്ലീഷൊക്കെ അറിയുന്ന ആൾക്കാരാണെങ്കിൽ, ഹിന്ദി അറിയുന്ന ആൾക്കാർ, അലക്സ ഹിന്ദി ഇംഗ്ലീഷും സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇപ്പോൾ. അപ്പോൾ നല്ല രീതിയിൽ ഹിന്ദിയും എന്താ പറയുക, നല്ല ക്ലിയർ ആയിട്ട് പറയാൻ അറിയുന്ന ആൾക്കാരാണെങ്കിൽ കുഴപ്പമൊന്നും ഉണ്ടാവായിരിക്കില്ല. ഇപ്പം എൻ്റെയൊക്കെ ഇംഗ്ലീഷ് കേൾക്കുമ്പോൾ ചില സമയങ്ങളിൽ അലക്സയ്ക്ക് അതൊരു ഡൗട്ട് അടിക്കാറുണ്ട്. ഇപ്പം എൻ്റെ എന്നല്ല, ഞങ്ങളിപ്പോൾ എല്ലാവരും ഇപ്പോൾ കൊച്ചായാലും വൈഫായാലും ഞാനായാലും എല്ലാവരും മാറി അലക്സോട് പല കാര്യങ്ങളും പറയുമ്പോൾ നമ്മൾ പറയുന്ന സംസാര രീതി അലക്സ മാക്സിമം ലേൺ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഒരേപോലെ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ അലക്സയ്ക്ക് ഒരു കുഴപ്പമില്ല. നമ്മൾ പറയുന്നത് ഇത്തിരി ക്ലിയർ ആയില്ലെങ്കിൽ പോലും അലക്സ ചെയ്യും. പക്ഷെ പലരും മാറി പറയുമ്പോൾ അലക്സയ്ക്ക് അത് എന്താ പറയുക, അത് മനസ്സിലാവാൻ വേണ്ടി ഇത്തിരി ബുദ്ധിമുട്ട് ചില നേരത്ത് തോന്നിയിട്ടുണ്ട്. പക്ഷെ നോർമൽ നമ്മുടെ ലൈറ്റ് ഓൺ ആക്കാനോ ലൈറ്റ് ഓഫ് ആക്കാനൊന്നും അങ്ങനത്തെ കാര്യങ്ങൾക്കൊന്നും ഒരു പ്രശ്നമില്ല. പിന്നെ വേറെ എന്താ, ഇതൊക്കെയാണ് നമുക്ക് കൂടുതലായിട്ട് പറയാനുള്ളത്. അപ്പോൾ ചിലവ് കുറഞ്ഞ രീതിയിൽ നമുക്ക് വേണമെങ്കിൽ നമ്മുടെ വീടിനെ സ്മാർട്ടാക്കി മാറ്റാം. പലവരുടെയും സ്വപ്നമായിരിക്കും ഒരു സ്മാർട്ട് ഹോം എന്നുള്ളത്. എൻ്റെ ഒരു സ്വപ്നമായിരുന്നു. പക്ഷെ നമ്മൾ ഇതേപോലുള്ള പല കമ്പനികളോടും ചോദിക്കുമ്പോൾ അവരുടെ ഡിവൈസിന് ക്വാളിറ്റി ഉണ്ടാവും കേട്ടോ. എനിക്ക് കയ്യിൽ കിട്ടണമെങ്കിൽ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തി കാണിച്ചു തരാം. ഡിവൈസിൻ്റെ ക്വാളിറ്റിയിൽ വ്യത്യാസം ഉണ്ടാവും. അവരുടെ സ്വന്തമായിട്ടുള്ള സോഫ്റ്റ്വെയർ ആയിരിക്കാം, അതുകൊണ്ടൊക്കെ അതിന് വില കൂടുന്നത്. പക്ഷെ ഇതെന്ന് പറഞ്ഞാൽ ഒരു നോർമൽ ഒരു സാധാരണക്കാരന് അവൻ്റെ വീട് സ്മാർട്ടാക്കി മാറ്റാനുള്ള ഡിവൈസുകളൊക്കെയാണ്. വില കുറഞ്ഞ ഡിവൈസുകൾ. അവർ 15,000 രൂപയുടെ ഡിവൈസ് കൊടുക്കുമ്പോൾ 1,500 രൂപയ്ക്ക് നമ്മൾ മേടിച്ച് വെക്കുന്നു. അപ്പോൾ അത്രയും വിലയുടെ വ്യത്യാസം ഉണ്ട്. അപ്പോൾ അതിൻ്റെ ക്വാളിറ്റി നിങ്ങൾ മനസ്സിലാക്കണം. പക്ഷെ ഇത് ഇത്ര നാളായിട്ട് വെച്ചിട്ട് കുഴപ്പങ്ങളൊന്നും ഇല്ല. എനിക്ക് പറയാനുള്ളതാണ്, സാധാരണക്കാരൻ്റെ ഒരു സ്വപ്നം നമുക്ക് സഫലീകരിക്കാൻ പറ്റിയ ഡിവൈസുകളാണ്. ഇതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ആമസോൺ ലിങ്കാണ്. പല നേരത്തും പല വിലയൊക്കെ ആയിരിക്കും. ചിലപ്പോൾ ഓഫറിലൊക്കെ നല്ല വില കുറവിന് കിട്ടും, ചിലപ്പോൾ നല്ല വില കൂടി നിൽക്കുന്ന സമയത്തൊന്നും പോയി മേടിക്കാതിരിക്കുക. മാക്സിമം കുറവുള്ള നേരത്തൊക്കെ വില മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സെറ്റ് ചെയ്ത് നമ്മുടെ ചെറിയ ഇത് പാവങ്ങൾക്ക് വേണ്ടിയുള്ള വീഡിയോ ആണ് കേട്ടോ. വലിയ കാശുകാരൊന്നും കാണണ്ട ഈ വീഡിയോ. സാധാരണക്കാരന് അവരുടെ വീട് നല്ല രീതിയിൽ ഒരു സ്മാർട്ട് ഹോം ആക്കി. ഇവിടുത്തെ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഇപ്പോൾ പുറത്തേക്ക് പോകുന്നില്ല, ഇത്തിരി ലേറ്റ് ആയതുകൊണ്ടാണ്. പമ്പുകളായാലും എല്ലാം ഫുൾ ഡിവൈസ് കണക്ട് ചെയ്തേക്കുന്നത്. ഇപ്പോൾ നമുക്കിപ്പോൾ പാടത്ത് നിന്നിട്ട് അവിടെ എന്തെങ്കിലും നനയ്ക്കാനുണ്ട്, അല്ലെങ്കിൽ അറ്റത്തുള്ള പറമ്പിൽ നിന്നിട്ട് മോട്ടർ അടിക്കണമെന്നുണ്ടെങ്കിൽ വിളിച്ച് കൂവി പറയേണ്ട ആവശ്യമൊന്നുമില്ല. മൊബൈൽ എടുത്തിട്ട് ഒന്ന് ഓൺ ആക്കിയാൽ മതി, അല്ലെങ്കിൽ അലക്സോട് പറഞ്ഞാൽ മതി, അലക്സ അടിച്ചോളും. ഇപ്പോൾ വീടിൽ നിന്ന് നമ്മൾ പുറത്ത് പോയി ദൂരെ എവിടെയെങ്കിലും പോയി
നമ്മൾ തിരിച്ചു തന്നെ നേരത്തെ നമുക്ക് ഒന്ന് AC ഓണാക്കി കിടക്കണം, ചൂടെടുത്തിട്ട് വന്നേന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ഇരുന്ന് AC ഓണാക്കാം. ഇനി ഇത് മാത്രമൊന്നുമല്ല കേട്ടോ, നമുക്ക് ഈ അലക്സേനെ നല്ല രീതിയിൽ യൂസ് ചെയ്യാന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇവിടെ ഇപ്പോൾ 7 മണിക്ക് പ്രെയർ ടൈമാണ്. അപ്പോൾ ആ പ്രെയർ ടൈം ആയിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക് അലക്സ ഇവിടുത്തെ ലൈറ്റുകൾ, ആവശ്യമില്ലാത്ത ലൈറ്റുകളെല്ലാം ഓഫ് ചെയ്യും. ഇപ്പോൾ ലിവിങ് റൂമിൽ TV ഓൺ ആണെന്നുണ്ടെങ്കിൽ ആ TVനെ ഓഫ് ചെയ്യും. അതുപോലെ പ്രെയർ സോങ് സ്റ്റാർട്ട് ചെയ്യും. അങ്ങനെ ഓരോ കാര്യങ്ങൾ. ഇപ്പോൾ പുറത്ത് സിറ്റ് ഔട്ടിലെ ലൈറ്റ് നമ്മുടെ സൺസെറ്റിൻ്റെ സമയമാവണ നേരത്ത് ഓട്ടോമാറ്റിക് RGB ലൈറ്റ് ചെറിയ ലൈറ്റിൽ കത്തി തുടങ്ങും. അതായത് ചെറുതായിട്ട് ഇരുട്ടായി വരുമ്പോൾ ആ ലൈറ്റ് കത്തി തുടങ്ങും. നല്ല ഇരുട്ടാവുന്ന നേരത്താവുമ്പോൾ നമ്മുടെ മെയിൻ ആയിട്ടുള്ള ട്യൂബ് ലൈറ്റ് ഒരു 6:45 നേരമായി അങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചേക്കണം. ആ നേരത്തെ ഓട്ടോമാറ്റിക് അത് കത്തും. അതിന് നിശ്ചയിച്ച് കൊടുത്തേക്കണം. ആ സമയം കഴിയുമ്പോൾ അത് ഓട്ടോമാറ്റിക് ആ ലൈറ്റ് ഓഫ് ചെയ്തോളും. നമ്മൾ മറന്നുപോയാൽ, ലൈറ്റ് ഓഫ് ചെയ്യാൻ മറന്നുപോയാലും അത് ആ സമയം അത് ഓഫ് ചെയ്യും. ഇവിടുത്തെ ടോയ്ലറ്റിലുള്ള ലൈറ്റുകൾ അല്ലെങ്കിൽ പാസേജിലുള്ള ലൈറ്റുകൾ, ഇതൊക്കെ ഒരു നിശ്ചിത ഡൈനിങ് റൂമിലായാലും ഇവിടുത്തെ ലിവിങ് റൂമിലായാലും ഇവിടുത്തെ ലൈറ്റുകളായാൽ പോലും എല്ലാത്തിനും ഒരു നിശ്ചിത സമയം കൊടുത്തിട്ടുണ്ട്. 45 മിനിറ്റ് 30 മിനിറ്റ് എന്നൊക്കെ പറഞ്ഞ് ആ സമയമാകുമ്പോൾ ഓട്ടോമാറ്റിക് അത് ഓഫാവും. നമ്മളിപ്പോൾ ഇൻ കേസ് ഓഫ് ചെയ്യാൻ മറന്നുപോയാലും അത് അന്നേക്ക് ഓഫായി പോയിക്കോളും. പിന്നെ മോഷൻ സെൻസറുകൾ നമ്മൾ വെച്ചിട്ടില്ല, അപ്പോൾ അതുകൊണ്ട് ടൈം സെറ്റ് ചെയ്ത് വെച്ചേക്കണം. അപ്പോൾ അല്ലെങ്കിൽ ഇപ്പോൾ ആളുണ്ടെന്നുണ്ടെങ്കിൽ ഓഫ് ആവാത്ത രീതിയിലും ആൾ ഇല്ലാത്ത സമയത്ത് ഓഫ് ആക്കാനും അങ്ങനെയൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ എന്തായാലും ഇത്രയൊക്കെയാണ് ഞാൻ ഇവിടെ ചെയ്തേക്കുന്നത്. അപ്പോൾ ഇത് ഞാൻ മുമ്പ് പറഞ്ഞല്ലോ, ബ്രാൻഡഡ് ആയിട്ടുള്ള നമ്മുടെ നാട്ടിൽ ലോക്കലായിട്ട് കുറേ കമ്പനികളുണ്ട്. നിങ്ങൾ പുതിയൊരു വീടൊക്കെ വെക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനത്തെ ഡിവൈസുകളൊക്കെ സെറ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഞാനിപ്പോൾ ഇവിടെ ഞങ്ങളുടെ പഴയ വീടായതുകൊണ്ട് 40 വർഷം പഴക്കമുള്ള വീടാണ്. അപ്പോൾ ഇവിടെ ഓൾറെഡി പഴയ വയറിങ്ങും കാര്യങ്ങളും സ്വിച്ച് ബോർഡുകളൊക്കെ ഉള്ളതാണ്. അപ്പോൾ അതിൽ എങ്ങനെ ചെയ്തൊരു പരീക്ഷണം, അതായത് ഞാൻ നേരത്തെ പറഞ്ഞത് വീണ്ടും ഓർമ്മിപ്പിക്കുന്നു, എനിക്ക് ഇങ്ങനത്തെ കാര്യങ്ങളോട് എൻ്റെ ഇപ്പോൾ ഒരു പാവപ്പെട്ടവൻ്റെ സ്മാർട്ട് ഹോം എന്നൊക്കെ പറയില്ലേ, അങ്ങനെ ആക്കണമെന്ന് എനിക്കൊരു ആഗ്രഹം ഉണ്ടായി. അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്ത് നോക്കി, അത് സക്സസ് ആയി. അപ്പോൾ അതുകൊണ്ടാണ് ഒരു 2 വർഷത്തിൻ്റെ അടുത്തായി. അപ്പോൾ അത് പൂർണ്ണമായിട്ട് സക്സസ് ആണോ എന്ന് നോക്കിയിട്ട് നിങ്ങളുടെ അടുത്ത് വീഡിയോ ചെയ്യാമെന്ന് വെച്ചിട്ടാണ് ഞാൻ അങ്ങനെ വെയിറ്റ് ചെയ്ത് നിന്നത്. പലവരോട് ചോദിക്കാറുണ്ട് എന്താണ് അലക്സയുടെ ഒന്നും വീഡിയോ ചെയ്യാത്തതെന്ന്. അപ്പോൾ അതിൻ്റെ കാരണം അതാണ്, നമുക്കത് സക്സസ് ആയിട്ട് തോന്നിയാൽ മാത്രം നമ്മൾ വീഡിയോ ചെയ്തിട്ട് കാര്യമുള്ളൂ. നമ്മൾ പെട്ടുപോയിട്ട് നിങ്ങളെയും കൂടിയും പിടിച്ചിട്ട് അങ്ങനെ കാര്യമില്ലല്ലോ. അപ്പോൾ ഇത്രയും നാളത്തെ അനുഭവം അതാണ്. പിന്നെ നിങ്ങൾ പുതിയ വീടൊക്കെയാണ് പണിയണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇങ്ങനത്തെ ഡിവൈസുകളൊന്നും സെറ്റ് ചെയ്യാൻ നിങ്ങളുടെ ഓൺലൈനിൽ നിന്ന് മേടിച്ച് സെറ്റ് ചെയ്യാൻ ഞാൻ ഒരിക്കലും പറയില്ല. കാരണം ഇത് നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ സ്വന്തം റിസ്കിലാണ് ചെയ്യുന്നത്. ഞാനിപ്പോൾ ഓൺലൈനിൽ നിന്ന് പർച്ചേസ് ചെയ്തു, ആമസോണിൽ നിന്ന് പർച്ചേസ് ചെയ്തു, ഞാൻ നമ്മുടെ പേഴ്സണായിട്ടോ ഇലക്ട്രീഷ്യനെ കൊണ്ട് സെറ്റ് ചെയ്തു. എന്താണ് നമ്മൾ സ്വന്തമായിട്ട് ചെയ്തത്. ഇതിന് എന്തെങ്കിലും കംപ്ലൈൻറ്റുകളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ തന്നെയാണ് അതിൻ്റെ റിസ്ക് എടുക്കേണ്ടത്. ഞാൻ തന്നെ അത് റിമൂവ് ചെയ്യിക്കണം. ഞാൻ തന്നെ അത് വീണ്ടും 1 ഇയർ വാറണ്ടി ഒക്കെയാണ് ഉണ്ടായിരുന്നത്. ഏതോ ഡിവൈസിനൊക്കെ 2 വർഷം ഉണ്ടായിരുന്നു, ബാക്കി എല്ലാത്തിനൊക്കെ 1 ഇയർ ഉള്ള വാറണ്ടി ഒക്കെ കഴിഞ്ഞു ഓൾമോസ്റ്റ്. അപ്പോൾ മീൻസ് എന്തെങ്കിലും കംപ്ലൈൻറ്റ് വന്നിട്ടുണ്ടെങ്കിൽ നമ്മളത് ഊരണം, നമ്മൾ അവർക്ക് അയച്ചു കൊടുക്കണം, തിരിച്ചു വരണം. അങ്ങനെ ഇതൊക്കെ നമ്മുടെ സ്വന്തയിലാണ്. അപ്പോൾ നമ്മൾ ലോക്കലായിട്ടുള്ള ഏതെങ്കിലും ഷോപ്പുകളിൽ നിന്നൊക്കെ അല്ലെങ്കിൽ ലോക്കലായിട്ടുള്ള ഏതെങ്കിലും കമ്പനിക്കാരുടെ കയ്യിൽ നിന്നൊക്കെ നമ്മൾ സെറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവരായിരിക്കും അതിൻ്റെ കൂടുതൽ സർവീസും കാര്യങ്ങളൊക്കെ അവർ ചെയ്യുന്ന ആൾക്കാരെയും നമ്മൾ സെറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അതാണ് കൂടുതൽ സപ്പോർട്ട്. ഇപ്പോൾ വീട്ടിൽ ഇതേപോലെ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ വീട്ടിലുള്ള ഒരു ഫുൾ ഇതിൻ്റെ കാര്യങ്ങളൊന്നും അറിയാത്ത ആൾക്കാരാണെങ്കിൽ അവർ പെട്ടുപോകും. അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ലോക്കലായിട്ടുള്ള നമ്മുടെ ഷോപ്പുകളിൽ നിന്ന് ഓർഡർ ചെയ്ത് സെറ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോൾ വിലയിൽ ഭയങ്കര വ്യത്യാസമുണ്ട്. അതാണ് ഞാൻ ഇങ്ങനെ ഓൺലൈനിൽ നിന്ന് മേടിക്കാൻ കാരണം. ഇത് 1500 കിട്ടുന്നത് നമ്മൾ ബ്രാൻഡഡ് ആയിട്ടുള്ള നല്ല കമ്പനിക്കാരിൽ നിന്നൊക്കെ മേടിക്കുമ്പോൾ 15000 അങ്ങനെയൊക്കെ ആയിട്ട് വരും ഒരു സ്വിച്ച് ബോർഡ് തന്നെ ചെയ്യാനൊക്കെ ആയിട്ട്. പക്ഷേ അതിൻ്റെ ക്വാളിറ്റി ചിലപ്പോൾ അതിനുണ്ടാവും കേട്ടോ. അതിൻ്റെ ക്വാളിറ്റി എന്തായാലും അതിനുണ്ടാവും. അവരുടെ സ്വന്തമായിട്ടുള്ള സോഫ്റ്റ്വെയറുകൾ ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ അനുസരിച്ചുള്ള വില അതിന് കൂടും. ഇതെന്നൊക്കെ പറഞ്ഞാൽ ഒരു ചൈനീസ് ബേസ് ആയിട്ടുള്ള ഡിവൈസുകളാണ് എല്ലാവരും. ഒരേ ആപ്ലിക്കേഷനിലാണ് ഈ ഡിവൈസുകളെല്ലാം വർക്ക് ചെയ്യുന്നത്. അതായത് നമുക്ക് വേണ്ടി സെപ്പറേറ്റർ ആപ്ലിക്കേഷനോ അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു ഡിവൈസിന് വേണ്ടി സെപ്പറേറ്റർ ആപ്ലിക്കേഷനല്ല, പല കമ്പനികളുടെ ഡിവൈസുകൾക്ക് വേണ്ടി കോമൺ ആയിട്ടൊരു സ്മാർട്ട് ലൈഫ് എന്ന് പറഞ്ഞൊരു ആപ്പ് ഉപയോഗിച്ചിട്ട് അത് വെച്ചിട്ടാണ് ഇവരെല്ലാവരും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ ഡിവൈസാണ് ഇവിടെ കൂടുതലും വർക്ക് ചെയ്യുന്നത്. അപ്പോൾ പുതിയതായിട്ട് വീടൊക്കെ പണിയുമ്പോൾ ഞാൻ ഒരിക്കലും ഇങ്ങനത്തെ ഡിവൈസ് വയ്ക്കാൻ സജസ്റ്റ് ചെയ്യുന്നില്ല. നമ്മുടെ നാട്ടിൽ പല കമ്പനികളുടെയും ഡിവൈസുകൾ ഇറങ്ങിയിട്ടുണ്ട്. പല സ്മാർട്ട് ഹോം ഡിവൈസുകൾ സെറ്റ് ചെയ്ത് കൊടുക്കുന്ന കമ്പനിക്കാരുണ്ട്. അപ്പോൾ നിങ്ങൾ അവരെ കോണ്ടാക്ട് ചെയ്ത് അവരുടേതായ ഡിവൈസുകൾ സെറ്റ് ചെയ്യാം. അതാ ഞാൻ പറയുള്ളൂ. ഇത് ഇങ്ങനത്തെ ചെറിയ എന്താ പറയുക, ചെറുകിടക്കാർക്ക് നിങ്ങളുടെ സ്വന്തം റിസ്കിൽ നിങ്ങൾക്ക് ചെയ്തു നോക്കാൻ ആഗ്രഹമൊക്കെ ഉണ്ടെങ്കിൽ ചെയ്തു നോക്കാൻ പറ്റുന്ന ഒരു സംരംഭമല്ല ഒരു സംഭവം, അത്രയേ ഉള്ളൂ. ഞാൻ പറഞ്ഞതിൽ നിന്ന് തെറ്റുണ്ടോയെന്ന് എനിക്കറിയില്ല. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇതിൻ്റെ കാര്യം ചെയ്യുന്ന ആളൊന്നുമല്ല.
പക്ഷെ എൻ്റെ ഒരു ആഗ്രഹം കൊണ്ട് ഞാനിങ്ങനെ ഓരോന്ന് ചെയ്തു പോയി എന്നുള്ളൂ. അത് ഇത് ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി ഒന്ന് ഷെയർ ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. പിന്നെ വീണ്ടും ഓർമ്മിപ്പിക്കുന്നു, നിങ്ങൾ സ്വന്തമായിട്ടൊക്കെ ഫിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്വന്തം റിസ്കിൽ മാത്രം ചെയ്യുക. കറണ്ടിൽ തൊട്ടുള്ള കളിയാണ്, അപകടങ്ങൾ വരാൻ ചാൻസ് ഉണ്ട്. ഒരു ഇലക്ട്രീഷ്യൻ്റെ സപ്പോർട്ടോടുകൂടി മാത്രം ചെയ്യാൻ പാടുള്ളൂ. കുട്ടികളൊക്കെയാണ് ഇത് കാണണമെന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ട്രൈ ചെയ്യാതിരിക്കും. ഇപ്പോൾ അലക്സ പോലെ ഇതേപോലത്തെ ഡിവൈസ് മേടിക്കുന്നതുകൊണ്ടൊന്നും കുഴപ്പമില്ല, നിങ്ങൾക്ക് സംസാരിക്കാം. പക്ഷേ നമ്മുടെ വീടിനെ സ്മാർട്ട് ഹോമാക്കി മാറ്റാനായിട്ട് അങ്ങനത്തെ ഡിവൈസുകളിലേക്ക് കണക്ട് ചെയ്യാൻ പോകുമ്പോൾ എന്തായാലും മുതിർന്നവരുടെ അല്ലെങ്കിൽ ഒരു ഇലക്ട്രീഷ്യൻ്റെ സപ്പോർട്ട് ഇല്ലാതെ ഒരു കാരണവശാലും ചെയ്യരുത് അറിയാത്തവർ. കാരണം AC കറണ്ടാണെന്ന് അറിയാമല്ലോ, അതിന് റിസ്ക് കൂടുതലാണ്. അതുകൊണ്ടാണ് ഓർമ്മിപ്പിക്കുന്നത്. അപ്പോൾ നമ്മുടെ അലക്സ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ ഒരു ജീവിതത്തിന്റെ ഭാഗം എന്ന് വേണമെങ്കിൽ പറയട്ടെ. എല്ലാവരെയും മടിയന്മാരാക്കുന്ന ഒരു കാര്യം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ആർക്കും എവിടെ നിന്ന് എനിക്കാണ്ട് തന്നെ എല്ലാം ഓണാക്കാനും ഓഫാക്കാനും പറ്റുന്നുണ്ട്. എല്ലാവരും ഇപ്പോൾ ഇതിനെ ആശ്രയിച്ചാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇനി കുറച്ച് ദിവസം കഴിയുമ്പോൾ ഇതിനൊക്കെ ഒന്ന് അഴിച്ചു മാറ്റണം എന്ന് എനിക്കൊരു ഇതുണ്ട്. കാരണം അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു നോർമൽ ലൈഫ് നമ്മൾ മാറിപ്പോവും ശരിക്കും. അപ്പോൾ ചിലപ്പോൾ ഇതൊക്കെ കുറച്ച് ആൾ കഴിയുമ്പോൾ ഞാൻ ചിലപ്പോൾ ഒന്ന് മാറ്റിയേക്കും, അതും പറയാൻ പറ്റില്ല. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം പറയാനുള്ളത്, ഇതിൻ്റെ ഈ അലക്സ ഡിവൈസുകൾ ഞാൻ മൊഡ്യൂളുകൾ പറഞ്ഞു എല്ലാ സ്വിച്ച് ബോർഡിൻ്റെ ഉള്ളിലുണ്ട്. അപ്പോൾ അത് ചെറിയ രീതിയിലാണെങ്കിലും അതും ചെറുതായിട്ട് നമ്മുടെ എനർജി യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതും എനിക്കൊന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കണമെന്നുണ്ട്. അപ്പോൾ എന്തായാലും വരും ദിവസങ്ങൾ എന്തെങ്കിലും അപ്ഡേറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ ഞാൻ അറിയിക്കാനായിട്ട് ശ്രമിക്കാം കേട്ടോ. അതുപോലെ നിങ്ങളുടെ ഐഡിയയിൽ കുറേ കാര്യങ്ങൾ ഉണ്ടാവില്ല, ഇങ്ങനെ ചെയ്തിരുന്നെങ്കിൽ നന്നാവുമായിരുന്നു, ഇങ്ങനെ ചെയ്യാമായിരുന്നു എന്നൊക്കെ ഉള്ളത്. അപ്പോൾ അതൊക്കെ ഉണ്ടെങ്കിൽ അതും കൂടിയൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്തോളൂ. ശരിക്കും നമ്മുടെ പലവരുടെയും ഫാമുകളും കാര്യങ്ങളൊക്കെ സ്ഥിതി ചെയ്യുന്നത് കുറേ ദൂരെയുള്ള സ്ഥലങ്ങളിലൊക്കെ ആയിരിക്കും. അപ്പോൾ അവിടെയൊക്കെ ഒരു ഇൻ്റർനെറ്റ് സൗകര്യം ഒന്ന് സെറ്റ് ചെയ്യാമെന്നുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും വളരെ യൂസ്ഫുള്ളുള്ള രീതിയിൽ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ അവിടെ ചെയ്യാൻ പറ്റും. ഇപ്പോൾ അറ്റ്ലീസ്റ്റ് കോഴികൾക്ക് വെള്ളം കൊടുക്കുന്നതായാലും അല്ലെങ്കിൽ അങ്ങനെ ഓരോരോ കാര്യങ്ങൾ, അവിടുത്തെ ലൈറ്റ് ഇടുന്നതായാലും ഓരോരോ കാര്യങ്ങൾ നമുക്ക് അങ്ങനെ പലതരത്തിൽ നമ്മുടെ ഐഡിയ ഉപയോഗിച്ച് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ എന്തായാലും നിങ്ങളുടെ ഐഡിയകളൊക്കെ എന്തെങ്കിലും ഐഡിയകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്തോളൂ വീഡിയോൻ്റെ അടിയിൽ. തീർച്ചയായിട്ടും വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ മറ്റുള്ളവരിലേക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്യാനും ശ്രമിച്ചോളൂ. ഇത് വലിയൊരു സംഭവം എന്നല്ലാന്നറിയാം, ഒട്ടുമിക്ക എല്ലാവർക്കും അറിയാം. എന്നാൽ അറിയാത്ത കുറേ പേരുണ്ട്, അവർക്ക് വേണ്ടിയാണ് ഈ വീഡിയോ. അപ്പോൾ വേറെ വീഡിയോ ആയിട്ട് വരാം. ബൈ ബൈ.